വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് പുറത്തോട്ട് പോകാൻ കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടിംഗ്, വലിയ കാര്യമായിട്ടൊന്നല്ല. കുഞ്ഞിന് GP രജിസ്റ്റർ ചെയ്യണം, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഞാൻ ഇവിടുത്തെ മൈൻഹെഡ് ടൗൺ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെ പറയാം. ഇത് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് മൈൻഹെഡ് ബേസിക്കലി. അപ്പോൾ ഒരുപാട് റഷും എന്താ പറയുക ഭയങ്കര ക്രൗഡും ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല ശരിക്കും മൈൻഹെഡ്. വളരെ ഒരു ശാന്ത സുന്ദരമായ ഒരു വിൻറ്റേജ് പ്ലേസ് ആണ് നമ്മുടെ മൈൻഹെഡ്. അപ്പോൾ മൈൻഹെഡിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് നമ്മുടെ മൈൻഹെഡ് ടൗൺ ആണ്. ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഞങ്ങൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഫൺ വീഡിയോ ആക്കാൻ നോക്കാം മാക്സിമം. ഇപ്പം നമ്മുടെ പാരൻസ് എൻ്റെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചായോ. അപ്പോൾ നമുക്ക് പല തിരക്കുകളുകൊണ്ടും കാര്യങ്ങളുകൊണ്ടും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അതിനും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ, വീട്ടിലുള്ളവർക്കും ലൈക്ക് നമ്മുടെ ഈ ടൗണും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ടൗണിലേക്ക് ആകെ ഒരു 2 മിനിറ്റ്സ് ഉള്ളൂ കാറിൽ, അത്രേ ഉള്ളൂ. ഇപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് നമ്മളെത്തും. അപ്പോൾ നമുക്ക് ടൗണിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനായിട്ടേക്കാണ്. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യുന്ന സമയം കൊണ്ട് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. നമ്മൾ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം അവിടെ നമ്മൾ മെക്ഡി കണ്ടു. അപ്പോൾ എന്തായാലും മെക്ഡി കയറി എന്തായാലും ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വെതർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറാണ്. ഒരു സണ്ണി ഡേ ആണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വെതർ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത്തിരി വെയിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മഴ പെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ മെക്ഡിയാണ് കേട്ടോ അത്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഓൾറെഡി നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. 2 സ്ട്രോബെറി മിൽക്ക് ഷേക്കും പിന്നെ ഒരു ചിക്കൻ ബർഗർ, പിന്നെ ഇതിൽ കുഞ്ഞിക്കൊരു ടോയ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുഞ്ഞിക്കൊരു ടോയ് ഉണ്ടായിരുന്നു, പിന്നെ ബർഗറും കുറച്ച് ചിപ്സൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ എന്താ പറയുക കുറച്ച് ടോയ്സും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ടോയ്സ്. കാരണം ഇവിടെ മിക്ക കുട്ടികളുടെ പാക്കിലാണ് ഇങ്ങനെ ടോയ്സ് വരാം. അപ്പോൾ ഇവർക്ക് ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ അടിച്ചു. എനിക്ക് ഇവിടുത്തെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ച് കാറൊക്കെ ചാർജ് ആയിട്ടുണ്ട്. കുഞ്ഞിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കറും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അവൾക്ക് അത് വെച്ച് കളിക്കേണ്ട പ്രായമായിട്ടില്ല, പക്ഷേ മൂപ്പര് ഇത് എന്താ സംഭവം എന്ന് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പീകോക്ക് കണ്ടു ടൗണിൽ ഇറങ്ങിയപ്പോൾ. അപ്പോൾ പീകോക്സിൽ കയറാമെന്ന് വിചാരിച്ചു. പീകോക്കിൽ കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇപ്പം നല്ല അടിപൊളി കളക്ഷനായിട്ടുണ്ട്. ഏട്ടന് കുറച്ച് ടീഷർട്ട്സ് എടുത്തു, കുറച്ച് ഷർട്ടും. നല്ല എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ സെലക്ട് ചെയ്തതല്ല അത്. പിന്നെന്താ ഇങ്ങനെ കുറച്ച് ക്ലിപ്പും കണ്ണടിയും, പിന്നെ അവിടെയൊക്കെ കുറേ ബാഗുകളൊക്കെ ഞാൻ നോക്കി നടന്നു. പിന്നെ എനിക്ക് ഒരു ടോപ്പ് എടുത്തു, പിന്നെ ജസ്റ്റ് ഈ ഒരു ഇതിലൊന്നൊന്നും ഒരു പെയർ ഇയറിങ് കൊടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞിക്ക് ഒരു ഉടുപ്പ് എടുത്തു. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ പോക്കറ്റ് കയറുന്നു മനസ്സിലായതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ടൗണിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ അത്, ഒരു സ്റ്റാർട്ടിങ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് കൂടുതൽ ലെങ്തി ആയിന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൈൻഹെഡിൽ നിന്നല്ല, എനിക്ക് ഓവറോൾ UK വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പാണ് ദ വർക്ക്സ്. കണ്ട ഈ ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വർക്ക്സിൻ്റെ ഒരു ചെറിയ ഷോപ്പുള്ളൂ മൈൻഹെഡിൽ. സത്യത്തിൽ ടോൺടണിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഷോപ്പ്. ഇത് മാറ്റ് ഹെയ്ഗിൻ്റെ ദ മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ പുസ്തകമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റീൽ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. ഒരു അടിപൊളി പുസ്തകമാണ്. വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഒന്ന് മേടിച്ച് വായിച്ചു നോക്കാം കേട്ടോ, നല്ല ബുക്കാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് ബുക്സും പിന്നെന്താ പറയുക അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ വെതർ സ്പൂൺ. ടൗണിലേക്ക് നമ്മൾ എപ്പോൾ ഇറങ്ങിയാലും എവിടൊക്കെ ഇറങ്ങിയാലും അവസാനം ചെന്നത് വെതർ സ്പൂണിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം പബ്ബാണ്. ഇവിടെ വന്ന് ഫുഡ് അടിക്കാണ്ട് ഒരു ഔട്ടിങ്ങും കംപ്ലീറ്റ് ആവില്ല കേട്ടോ. വെതർ സ്പൂൺ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി. ഇതൊക്കെയാണ് നമ്മുടെ മൈൻഹെഡ് ടൗൺ. മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ടൗണിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ.
പിന്നെ നമ്മൾ പീപ്കോക്കിലൊക്കെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അത്ര സ്പൂണിലൊക്കെ പോയി ഫുഡ് അടിച്ച് അവസാനം ഷീജിച്ചിരി വീട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഇനി നമുക്ക് ഉറങ്ങാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.